Hi friends, welcome to Ani'sTechFactory. വീണ്ടും നമ്മളൊരു റീയൂസബിൾ പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചുറ്റും കാണുന്ന ഏതു പാഴ്വസ്തുക്കളും ഭാവനയ്ക്കനുസരിച്ച് അത് ഉപയോഗമുള്ളതാക്കി തീർക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് സ്കെച്ച് ഉപയോഗിച്ച് ബോട്ടിലിൽ വരച്ചെടുക്കണം. ഞാനൊരു കാർട്ടൂൺ ഫേസ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. താഴെ ഈ ഭാഗം കാൽവരുന്ന രീതിയിൽ വേണം ഫേസ് വരച്ചെടുക്കാൻ. സ്കെച്ച് ചെയ്ത ബോട്ടിൽ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബ്ലേഡോ സിസേഴ്സോ ആക്സ ബ്ലേഡോ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് അക്രീലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 10 നിമിഷം നമുക്ക് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫേസൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഫാബ്രിക് ബ്രഷ് പെന്നാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് പകരം ചെറിയ ബ്രഷ് യൂസ് ചെയ്താലും മതി. ഇതിന് മൾട്ടിപർപ്പസ് യൂസാണുള്ളത്. നിങ്ങൾക്ക് ഇത് ഇൻഡോർ പ്ലാന്റർ ആയിട്ടും പെൻസിൽ സ്റ്റാൻഡായിട്ടുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഗാർഡനിൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്രീലിക് കളറിനേക്കാൾ ഇനാമൽ പെയിൻ്റ് ആയിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു ബോട്ടിൽ എടുക്കുക. ഇതിൻ്റെ മേൽഭാഗവും കീഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ ഭാഗം മാത്രം ആവശ്യമുള്ളൂ. ഇനി മേൽഭാഗത്തെ പോർഷൻ താഴെയുള്ള പോർഷനിലേക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു സ്കിൻ കളർ കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് കളറിനോടുകൂടി ബ്രൗൺ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇമാജിനനുസരിച്ച് കളർ മാറ്റാം. ഇതിൽ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നില്ല, ഫ്രീ ഹാൻഡ് കളറിംഗ് ആണ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ പീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഔട്ട്ലൈൻ വരയ്ക്കാതെ തന്നെ കളർ ചെയ്യാൻ സാധിക്കും. ഈ കളർ ഇത്രയും ഭാഗത്ത് ചെയ്താൽ മതി. ഇനി ഇത് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നേരത്തെ കളർ ചെയ്ത ഭാഗം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി താഴെയുള്ള ഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം മുഴുവനും ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്ലാക്ക് കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഐബ്രോ തിന്നായിട്ട് വരയ്ക്കേണ്ടത് കൊണ്ട് സ്കെച്ച് പെൻ കളറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതേ രീതിയിൽ ചെയ്ത വേറൊരു പീസാണിത്. ഇതിന് ബാക്കിലൊരു ടെയിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഹാങ്ങിങ് പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ കാണുമ്പോൾ ഇതുപോലുള്ള രൂപങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, until then, see you in the next video.